കേരള കൈറ്റ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇനി നമുക്ക് ഒപ്പം കാണാം. ഒപ്പം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഭാഗ്യലക്ഷ്മി ഡെവലപ്പേഴ്സ്, കല്യാൺ, മുംബൈ. ഒപ്പത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒപ്പത്തിൽ ഞങ്ങളോടൊപ്പം എ ബിസിനസ് മാൻ, ഫിലിം പ്രൊഡ്യൂസർ ആൻഡ് ആൻ ആക്ടർ, ശ്രീ മുരളി മട്ടുമ്മൽ സർ. സോ ലെറ്റ്സ് വെൽക്കം. മുരളി മാട്ടുമ്മൽ ബിസിനസ് മേഖലയോടൊപ്പം സിനിമാ ലോകവും ഒരുമിച്ച് കൊണ്ടുപോകുന്നു. പാലക്കാട് സ്വദേശിയായ മുരളി അഭിനയത്തിലും ബിസിനസ്സിലും ഒരുപോലെ വിജയം കൈവരിക്കുന്നതിന് പിന്നിൽ ചിട്ടയോടെയുള്ള പ്രവർത്തനങ്ങളും കഠിനാധ്വാനവും മാത്രമാണ്. തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിലും കുടുംബ ബന്ധങ്ങളും വ്യക്തിബന്ധങ്ങളും നിലനിർത്തുന്ന മുരളി മാട്ടുമ്മൽ നവി മുംബൈയിലെ സീവുഡ്സിൽ താമസിക്കുന്നു. മോളിവുഡിലെയും ബോളിവുഡിലെയും പരിചയസമ്പന്നത കൈമുതലുള്ള മുരളി മാട്ടുമ്മൽ ഒപ്പത്തിലൂടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. ഹലോ സർ. സോ യു ആർ എ ബിസിനസ് മാൻ. സോ ഐ വോണ്ട് ആസ്ക് യു, ഈ കലാരംഗത്തേക്കുള്ള എൻട്രി എങ്ങനെയായിരുന്നു? അതൊരു കോയിൻസിഡൻസ് ആയിട്ടുള്ളൊരു ചോദ്യം കൂടെയാണ്. അതൊരു നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ തന്നെ ഒരു രസം തോന്നും, നിങ്ങൾക്ക് അത് ചിരി വരും. കാരണം ഞാൻ എൻ്റെ ക്യാബിനിൽ ഇരുന്നിട്ട് ഞാൻ എൻ്റെ വെണ്ടർമാരായിട്ടും അല്ലെങ്കിൽ എൻ്റെ ഫാബ്രിക്കേറ്റായിട്ടായിട്ടും വർത്തമാനം, കാരണം എനിക്കൊരു അങ്ങനത്തെ ഒരു ഹോബി ഉണ്ട്. കാരണം ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് വളരെ ഉച്ചത്തിൽ വർത്തമാനം പറയാറുണ്ട്. അപ്പം ഇങ്ങനെ ഈ വെൻഡേഴ്സായിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ക്യാബിനിൽ എൻ്റെ പാർട്ട്ണറുണ്ട്. അയാൾ ക്രിയേറ്റീവ് ഡയറക്ടറാണ്. അയാളുടെ മുമ്പിൽ രണ്ടുപേരും ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ ആഡ് ഫിലിം മേക്കേഴ്സാണ്. അപ്പോൾ ഏതോ ഒരു സന്ദർഭത്തിൽ എൻ്റെ ഞാൻ പറയുന്ന ഡയലോഗും അല്ലെങ്കിൽ എൻ്റെ സൗണ്ട്, ഉച്ചത്തിലുള്ള സൗണ്ടും കേട്ടിട്ട് അവർ എന്നെ വിളിക്കാൻ പറഞ്ഞു. എൻ്റെ പാർട്ട്ണറോട് പറഞ്ഞു, ഒരു ആളുടെ സൗണ്ട് ഒന്ന് കേൾക്കാൻ വലിയ ഇതുണ്ടെന്നല്ലോ. അങ്ങനെ അവരെന്നെ അയാളുടെ ക്യാബിനോട്ട് വിളിച്ചിട്ട് അവരെന്നോട് നേരിട്ട് പറയായിരുന്നു, താങ്കൾക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ടോയെന്ന്. അപ്പോൾ കാരണം അവരൊരു ഷോർട്ട് ഫിലിമായിട്ടാണ് എൻ്റെ പാർട്ട്ണറെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് എന്നോട് ചോദിച്ചു. അപ്പോൾ എനിക്ക് തോന്നി എന്താ കളിയാക്കെന്ന് പറയണമെന്ന് തോന്നി എനിക്ക്. പക്ഷേ സംഗതി സീരിയസ് ആണെന്നപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ പറഞ്ഞു. കാരണം എല്ലാവരെ പോലും അഭിനയിക്കാനും അല്ലെങ്കിൽ കലാരംഗത്ത് വരാനും എനിക്കും താല്പര്യമുണ്ട്, അഭിനയിക്കാനുള്ള മോഹവും കൂടുതലുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ അഭിനയ രംഗത്ത് വന്നതാണ്. എൻ്റെ ആദ്യത്തെ സംരംഭമായിട്ടുള്ള ഷോർട്ട് ഫിലിം 55 ലക്ഷം 55 lakhs ആൾക്കാരുടെ വ്യൂസ് ഉണ്ട്. അതും ഒരു രസകരമായിട്ടുള്ള പേരാണ്, ഫസ്റ്റ് കിസ് എന്നാണ്. അപ്പൊ ഈ ഫസ്റ്റ് കിസ് കാണാൻ എല്ലാവർക്കും ഭയങ്കര കൊതിയോടെയാണ് നോക്കി കാണുന്നുണ്ടായിരുന്നത്. പക്ഷെ അതൊരു സോഷ്യൽ മെസ്സേജാണ്. അത് കഴിഞ്ഞ ഉടനെ ഒരു മെട്രോ കാഫെ എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമിലേക്ക് ഒരു ജോയിന്റ് കമ്മീഷണറിന്റെ ഒരു റോളിലേക്ക് കിട്ടി. അത് കഴിഞ്ഞ് ഒരു റാം റഹീം എന്ന് പറഞ്ഞ ഒരു ഹിന്ദി ഷോർട്ട് ഫിലിം, അതിലും ഞാൻ അഭിനയിച്ചു ഒരു മുസ്ലിം ക്യാരക്ടറായിട്ട്. ഫോർത്ത് ഇപ്പം ഞാനൊരു ഷോർട്ട് ഫിലിം ഇപ്പോൾ അടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് വന്ന് ഈ മറാഠി ഒരു ആക്ടറുടെ കൂടെയാണ് ഞാൻ അഭിനയിച്ചിരിക്കുന്നത്. അതും നല്ലൊരു കഥാപാത്രമാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ മലയാള ഫ്യൂച്ചർ ഫിലിമിലോട്ട് എൻട്രി വന്നിരിക്കുന്നത്. മലയാളത്തിൽ ഒരു ഫോറസ്റ്റ് ഓഫീസറിൻ്റെ റോള് ഞാൻ ഏതെന്ന് പറഞ്ഞ പിക്ചറിൽ അഭിനയിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പാതിരാക്കാലത്തിൽ ഞാനൊരു നല്ല വേഷം ഇപ്പം ചെയ്യുന്നുണ്ട്. ഒരു DYSPയുടെ റോള് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ പ്രിയനന്ദൻ സാറിൻ്റെ ആശീർവാദത്തോടു കൂടിയിട്ടും അല്ലെങ്കിൽ അങ്ങേരെ ഒരു അഭിനയത്തിൻ്റെ നല്ല വശങ്ങൾ പറഞ്ഞ് എന്താ അഭിനയം എന്ന് പറഞ്ഞു തന്നത് അങ്ങേരാണ്. അപ്പോൾ അത് എനിക്ക് ആളെ നമിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ശരിക്കുള്ളൊരു അഭിനയം അല്ലെങ്കിൽ ഒരു എന്താണ് ക്യാമറ ഫേസ് ചെയ്യേണ്ടത് അങ്ങേരെ എന്നെ പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലൊരു വലിയൊരു വിശ്വാസമുണ്ട്. അതുപോലെ എനിക്കിതിലൊരു ഹോപ്പും കൂടെ ഉണ്ട്, ഇനിയും മുന്നോട്ട് പോകാം അല്ലെങ്കിൽ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു ആത്മവിശ്വാസം എനിക്ക് തന്നെത്താൻ വന്നിട്ടുണ്ട്. സർ 5 മൂവി പ്രൊഡ്യൂസ് ചെയ്തു, ആക്ട് ചെയ്തു. സോ ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ് അബൌട്ട് ഇറ്റ്? എല്ലാവർക്കും നമ്മൾ സാധാരണ ഇതിൽ ഒരു മലയാളിയല്ല, നമ്മൾ ആരായാലും ഒരു ചെറുപ്പം മുതലേ അഭിനയ രംഗത്ത് വരാമെന്നുള്ളത് എല്ലാവർക്കും ഒരു ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അത് താങ്കളായാലും ഞാനായാലും ആരായാലും. കാരണം അഭിനയം അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ നമ്മൾ ചെയ്തു പോകുന്നതാണ്. എന്തായാലും ഞാനൊന്ന് വലത് കാലം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ എന്തായാലും പിന്നോട്ട് എടുക്കാൻ ഞാൻ തയ്യാറല്ല. നിർമ്മാണ കമ്പനിയും അഭിനയത്തോട് കൂട്ടിയിട്ട് ഞാൻ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. സോ യു ആർ എ ബിസിനസ് മാൻ, പിന്നെ യു ആക്ട് ഓൾസോ. സോ രണ്ടും കൂടി എങ്ങനെയാണ് കോപ്പപ്പ് ചെയ്യുന്നത്? കോപ്പപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഓൾറെഡി ബിസിയാണ്. എൻ്റെ ബിസിനസ്, ഞാൻ അഡ്വർടൈസിങ് ബിസിനസ്സിലാണ്. 22-23 കൊല്ലമായിട്ട് ഞാൻ ഈ ബിസിനസ് തന്നെ ഉണ്ട്. ഞാൻ ആദ്യം വർക്ക് ചെയ്തിട്ടുണ്ട്, 10-15 കൊല്ലം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ തുടങ്ങിയിട്ട് ഒരു 7-8-9 കൊല്ലങ്ങളായി ഇപ്പം ബിസിനസ് തുടങ്ങിയിട്ട്. ഇതൊരു പാർട്ണർഷിപ്പ് ഫേമാണ്, ഞങ്ങളുടെ വലിയ ഗ്രൂപ്പ്
അവരുടെ പാർട്ണർഷിപ്പ് ഫേമാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ മെയിൻ മാർക്കറ്റിംഗ് ആണ്. ഇപ്പോൾ അതിലുള്ള ഒരു എൻ്റെ ഒരു എനിക്കറിയാം എങ്ങനെ മാർക്കറ്റിംഗ് കൊണ്ടുപോകണം, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് പഠിക്കാനുള്ള വാസന എനിക്കുള്ളത് കാരണം പാരലായിട്ട് ഞാൻ കുറച്ച് സമയം കണ്ടെത്താറുണ്ട്. പിന്നെ ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഷൂട്ടിങ്ങിൻ്റെ ഇടയ്ക്കുള്ള സമയം മാത്രം ഞാൻ പോയി വരാറുണ്ടോ, അത്രയേ ഉള്ളൂ. പക്ഷെ മാനേജബിളാണ്. പ്രിയാനന്ദൻ സാറിൻ്റെ ഒപ്പമുള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? പ്രിയാനന്ദൻ സാർ നോക്കുമ്പോൾ നമുക്ക് എന്നെ തുടക്കം മുതൽ എനിക്കൊരു കോൺഫിഡൻറ്റ് വന്നിട്ടുണ്ട്. ഈ പിക്ചറിനെ കുറിച്ചും പിക്ചറിൻ്റെ ഒരു ക്രിയേറ്റിവിറ്റിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ എൻ്റെ ഇമാജിനേഷനെ കുറിച്ചിട്ടും നന്നായിട്ട് ഞങ്ങൾ 4-5 തവണ ചർച്ച ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ ഒരു പ്രൊജക്റ്റ് ഏറ്റെടുത്തത്. അപ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ മുകളിൽ എനിക്ക് പറഞ്ഞു കേട്ടിട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഞങ്ങളായിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് ചിന്താശക്തിയും അല്ലെങ്കിൽ വളരെ ക്രിയേറ്റീവായിട്ടുള്ള എഫേർട്ട് ഇടാനുള്ള നല്ലൊരു ഇച്ഛാശക്തി ആൾക്കുണ്ട് എന്നുള്ള ഒരു ഉറപ്പ് വന്നതിന് ശേഷമാണ് ഞാൻ അതിൽ ഉൾപ്പെട്ടത്. ശരി, നാട്ടിലായിരുന്നു ഇപ്പോൾ ഇതേപോലെ കലാരംഗത്ത് ഇൻവോൾവ് ആയിരുന്നോ? ഇല്ല, ഞാൻ നാട്ടിൽ കലാപരമായിട്ടൊന്നുമുള്ള പരിപാടികളൊന്നും ഞാൻ പങ്കെടുത്തിട്ടില്ല. ഞാൻ നാട്ടിലൊന്നും എൻ്റെ സ്വദേശം കോങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്, പാലക്കാട് ജില്ലയിൽ. ഞാൻ 1994 ജനുവരിയിലാണ് ആദ്യമായിട്ട് ബോംബെയിൽ വരുന്നത്. എല്ലാവരും പോലെ ഞാനും ഗൾഫ് സ്വപ്നം കണ്ടിട്ട് ഞാൻ ബോംബെയിൽ വന്നതാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ഇന്നിവിടെ ബോംബെയിൽ അങ്ങ് സെറ്റിലായിപ്പോയി. പിന്നെ ഗൾഫ് മേഖലകളിൽ അങ്ങോട്ട് ചിന്തിച്ച് നോക്കിയിട്ടില്ല, കാരണം അതിൻ്റെ ആവശ്യം വന്നിട്ടുമില്ല. ഇപ്പോൾ ബോംബെ എൻ്റെ ഇപ്പോൾ നാടാണ്. എന്താ പറയില്ല, നമ്മൾ നാട്ടിൽ വളർത്തമ്മയും പോറ്റമ്മയും പറഞ്ഞ പോലെ ഇതിപ്പോൾ എൻ്റെ ഒരു പോറ്റമ്മയായിട്ട് നമ്മൾ ബോംബെ മഹാരാഷ്ട്രനെ കണക്കാക്കുകയാണ് ഞാൻ. Can you tell me something about your business? ബിസിനസ് ഞാൻ തുടക്കം മുതൽ 94 വന്ന അവിടെ തുടങ്ങിയിട്ട് തന്നെ ഞാൻ ഈ അഡ്വർടൈസിങ് രംഗത്താണ് ആദ്യമായിട്ട് വരുന്നത്. ഞാൻ ആദ്യം വന്നതും ഈ TV സീരിയൽ മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പം നമ്മുടെ ഷാരൂഖ് ഖാൻ്റെ ലാസ്റ്റ് സീരിയൽ സർക്കസ് പറഞ്ഞ ആ TV സീരിയൽ മാർക്കറ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് കടന്നു വരുന്നത്, ഈ രംഗത്തേക്ക്. അതിനുശേഷം ഞാൻ ഒരു 6-7 സീരിയൽ ഞാൻ മാർക്കറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിനുശേഷം ഞാൻ ഈ ഔട്ട്ഡോർ മീഡിയ ഹോർഡിംഗ് ബിസിനസ്സിലേക്ക് വന്നാണ് വർക്ക് ചെയ്ത്. അത് കഴിഞ്ഞ് ഞാൻ പലവിടെ മൾട്ടിനാഷണൽ ഏജൻസിയിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒഗിൽബി ആൻഡ് മാത്തർ, ലിൻഡാസ്, പ്രൈം ടൈം, IP മീഡിയ, അങ്ങനെയുള്ള കുറേ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്ത് നല്ലപോലെ ഓൾ ഇന്ത്യ പാൻ ഇന്ത്യ ബേസിൽ ഞാൻ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷമാണ് ഞാൻ എൻ്റെ ഈ ബിസിനസ് രംഗത്തോട്ട് കടന്നു വരുന്നതും ഈ ജോയിന്റ് വെഞ്ചറിലേക്ക് ഞാൻ മാറിയതും. സാറിൻ്റെ ഫാമിലിയെ കുറിച്ചൊന്ന് പറയാമോ? അവരുടെ സപ്പോർട്ടൊക്കെ നല്ലോണം കിട്ടാറുണ്ടോ? ഇപ്പം നമ്മൾ സാറിൻ്റെ വീട്ടിലാണ് ഇരിക്കുന്നത്. പറയൂ സാർ. ഇത് ഇപ്പോൾ എൻ്റെ വീട്ടിലുള്ളത് ഇപ്പോൾ ആജ് ഫിലിംസിൻ്റെ ഒരു ഫുൾ ഫോമാണ് ഇരിക്കുന്നത്. അനഘ, ആദിത്യ, ജിഷ, ഇതാണ് ആജ് ഫിലിംസിൻ്റെ തുടക്കം തന്നെ. അപ്പോൾ അതൊരു വലിയൊരു നിരയാണ്. ഇപ്പോൾ അനഘ ഇപ്പോൾ സീനിയർ KG ഡൽഹി പബ്ലിക് സ്കൂളിൽ പഠിക്കുന്നു. ആദിത്യ പൊതാർ ഇൻ്റർനാഷണൽ സ്കൂളിൽ 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. വൈഫ് എൻ്റെ ബിസിനസ്സിലെ അക്കൗണ്ട്സ് കാര്യമായിട്ടുള്ള കാര്യങ്ങൾ സഹായിക്കുന്നുണ്ട്. പിന്നെ വീട്ടിൻ്റെ 100% ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. അതില്ലാതിരുന്നെങ്കിൽ എനിക്ക് ഈ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അവരുടെ ഒരു സപ്പോർട്ട് നല്ലൊരു സപ്പോർട്ടാണ്. സാർ ഒരു ബിസിനസ് മാൻ ആണ്, ഹീസ് എ ഫിലിം ആക്ടർ. സോ മാമിൻ്റെ എല്ലാം രീതിയിലുള്ള സപ്പോർട്ട് സാറിന് കിട്ടാറുണ്ടോ? ഫുൾ സപ്പോർട്ട് ഉണ്ട്. ആൻഡ് ഇപ്പോൾ പറഞ്ഞില്ലേക്ക് ഈ ക്രെഡിറ്റ് എനിക്കല്ല, മുരളിയുടെ ഹാർഡ് വർക്കാണ്. കംപ്ലീറ്റ് ഡെഡിക്കേഷൻ ടു വർക്ക്. ആൻഡ് പറ്റില്ല, ഫാമിലിക്ക് ടൈം കൊടുക്കാൻ അത്ര പറ്റുന്നില്ല, അതിൻ്റെ ഗിൽട്ട് ഉണ്ടാവും ചിലപ്പോൾ. എന്താ പറയുക, നല്ല സപ്പോർട്ടുണ്ട്. സാർ ഷൂട്ടിങ്ങിനെ ബന്ധപ്പെട്ട് പുറത്ത് പോകുമ്പോൾ വീട്ടിലുണ്ടാവില്ലല്ലോ, അപ്പോൾ ആ സമയത്ത് കുട്ടികളൊക്കെ എങ്ങനെ മാനേജ് ചെയ്യുന്നത്? ഇപ്പോൾ യൂസ് ടു ആയി. ഇപ്പോൾ കുറേ കൊല്ലമായിട്ട് ഞങ്ങൾ തന്നെ ചെയ്യുമ്പോൾ ഞങ്ങൾ യൂസ് ടു ആവുമല്ലോ അതെല്ലാം ചെയ്യാൻ, കാര്യങ്ങളെല്ലാം. സോ ഇറ്റ് ഈസ് ഈസി. ഐ ഡോണ്ട് ഫൈൻഡ് എനിത്തിങ്. താങ്ക് യു സോ മച്ച് സാർ, ഇത്ര നേരം ഞങ്ങളൊപ്പം സഹകരിച്ചതിന്. Thank you very much. So let's meet next Sunday with next another episode of Oppam. Till then, take care and bye.